ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നാം ഇന്ന് പയ്യന്നൂരിലെ കാർണിവലിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെ ഇതിൻ്റെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ കയറി വരുന്നതിന് ധാരാളം ഫ്ലവേഴ്സാണ് കാണുന്നത്. ഇനി നമുക്ക് കുറച്ചൊന്ന് ഉള്ളത്തെ കാഴ്ചകൾ കാണാം. പിന്നെ ഇത് ഫോട്ടോ ഫ്രെയിം ആക്കുന്നതിൽ അതും പിന്നെ കലണ്ടർ അതും ആക്കുന്നതാണ് കേട്ടോ ഫോട്ടോ വെച്ചിട്ട്. പിന്നെ ഇങ്ങോട്ട് പുസ്തകത്തിൻ്റെ ഒരു സമ്മേളനം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പുസ്തകമായിരുന്നു, ഫുള്ളും പലതരം പുസ്തകങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ബെഡ്ഷീറ്റും പിന്നെ മുണ്ടൊക്കെ ആയിരുന്നു കേട്ടോ. ഈ കോർണറിൽ പലതരം സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ കോർണറിൽ ഫുൾ വിത്തുകളായിരുന്നു കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പ് അവിടുന്ന് അവർ തന്നെ ഉണ്ടാക്കിയിട്ട് അവരവിടുന്ന് തൊലി കളയുന്ന കണ്ടില്ല, അത് വറുത്തിട്ട് തൊലി കളയുന്നത് അവിടുന്ന് തന്നെ പാക്കിങ്ങും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പണ്ട് കാലത്തെ മിഠായികൾ എന്ന് പറഞ്ഞിട്ടൊരു കോർണർ ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ പണ്ട് കാലത്തുള്ള മിഠായികളായിരുന്നു കേട്ടോ ഫുള്ള് ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള ഹലുവകൾ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കപ്പ ചിപ്സ്, ചക്ക ചിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ചിപ്സൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. നിങ്ങളൊക്കെ എൻ്റെ ചാനൽ സ്കിപ്പ് ചെയ്തിട്ടാണ് കാണുന്നത്. എല്ലാം സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം കേട്ടോ.
പിന്നെ ഇങ്ങോട്ട് ഫാൻസി ഐറ്റംസ് ആണ് കേട്ടോ. ബുഷാണെങ്കിലും മറ്റെന്താണെങ്കിലും മാലകൾ, ക്ലിപ്സ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം ഫുഡ് കോർണറായിരുന്നു കേട്ടോ. കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഇവിടെ ചന്തകളെ കാട്ടി നല്ലത് ഫുഡ് കോർണറാണ് എനിക്ക് തോന്നുന്നത്. പലതരം പായസങ്ങളായാലും പിന്നെ ജ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ പൊരിച്ച കടികളുണ്ടായിരുന്നു, പിന്നെന്താണ് പിന്നെ എന്തൊക്കെയോ കടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കപ്പയും ബീഫും, നെയ്ച്ചോറും ബീഫും, പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. നെയ്ച്ചോറ്, ബിരിയാണി, പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ സംഭവങ്ങളുണ്ടായിരുന്നു. ചിക്കൻ പൊരിച്ചത്, ബീഫ്, പിന്നെ നെയ്പ്പത്തിൽ, പിന്നെ എന്തൊക്കെയോ സംഭവങ്ങൾ ആയിട്ട് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ മറ്റേ ഗാനം ഇതൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അതൊന്നും കേൾക്കാൻ നമ്മൾ നിന്നില്ല. പിന്നെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന ഈ റൈഡ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ തിരിച്ചു വരുമ്പോൾ അവിടെ കുറച്ച് ഫ്ലവേഴ്സ് വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വരണമെങ്കിൽ നിങ്ങൾ പയ്യന്നൂർ പോലീസ് മൈതാനത്തിലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഒക്ടോബർ 16 മുതൽ നവംബർ 9 വരെയാണ്. അപ്പോൾ എല്ലാവരും വരിക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ, സീ യു.